ബിഗ് ബോസ് പോലെ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെവിൻ കപ്രേഷ്യസ് എന്ന് പറയുന്ന ഈ കണ്ടസ്റ്റന്റ്. ഇത് ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ ലൈവ് അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്നവർക്ക്, ഓരോ നിമിഷവും ഹൗസിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഒരാഴ്ചയായിട്ട് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നെഗറ്റീവ് രീതിയിൽ ഗെയിം കളിച്ച് വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് ആ ഒരു അപ്രോച്ചിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് വീക്കെൻഡിൽ വന്ന് ലാലേട്ടൻ വഴക്കല്ലാതെ വേറെ ഒന്നും പറയില്ല, തലോടി വിടുകയൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുന്നുണ്ട്. ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ള 2 പ്രൊമോയിലും കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല വഴക്ക് തന്നെയാണ്. ലാലേട്ടൻ ഇത് ആട്ടി ഓടിച്ചു വിടുമെന്നാണ് തോന്നുന്നത്. ആ ലെവല് വഴക്കാണ് നെവിനെ പറയുന്നത്. ഇപ്പൊ പുറത്തു വന്നൊരു പ്രൊമോയില് ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷക വിധി പ്രകാരം നെവിൻ പുറത്തു പോയില്ലെങ്കിൽ, ഈ എവിക്ഷനിൽ നെവിൻ പുറത്തു പോയില്ലെങ്കിൽ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എവിക്ഷൻ അല്ലെങ്കിൽ റിജക്ഷൻ, അത്രേ ഉള്ളൂ. ഗെയിം ഓവറാണ്. നെവിന്റെ അവിടുത്തെ ഗെയിം അവസാനിച്ചു എന്ന് വേണം കരുതാനായിട്ട്. മറിച്ച് പലരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, അതിലൊന്നും ഒരു വസ്തുതയും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെവിന്റെ ഗെയിം അവസാനിച്ചു, ഏകദേശം അവസാനിച്ച മട്ടാണ്. അതിനി ഒരു തിരിച്ചുവരവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് അനലൈസ് ചെയ്തതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നെവിന്റെ ഗെയിമിന് എന്താണ് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമാശയാണെന്ന് കരുതി നെവിൻ ചെയ്യുന്ന പല കാര്യങ്ങളും അത് അതിരുവിട്ട് പോകുന്ന കാര്യങ്ങളായിരുന്നു. പല കാര്യങ്ങളും അതെ. ഞാനിപ്പോ അനുമോള, ആദിലാനൂറ ഇവരെ ആരെയും ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ നെവിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചകളാണ് കൂടുതലും. അത് ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് അറിയാം പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇത് അത്രയേറെ വീഴ്ചകൾ നെവിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെവിൻ ഇന്ന് വഴക്ക് കിട്ടുന്നത് ലാലേട്ടന്റെ കയ്യിൽ നിന്നും. അത് വഴക്ക് പറഞ്ഞ് പുറത്താക്കേണ്ട കേസ് തന്നെയാണ് നെവിൻ ആ ചെയ്തത്. ഇതിന് പിന്നിലെ ലോജിക്ക് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. നെവിൻ ഇതിനകത്ത് ചെയ്തത് എന്താണെന്നാണ് പലരും ചോദിക്കുന്നത്. നെവിൻ ഇതിനകത്ത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഷാനവാസിന് അനാവശ്യമായ ഒരു സ്ട്രെസ് കൊടുത്തു. ഷാനവാസിനെ അനാവശ്യമായിട്ട് അങ്ങ് ടോർച്ചർ ചെയ്തു. ആ ഒരു സാധനം പിടിച്ചു വലിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കാരണം കിച്ചൺ ടീം ഡ്യൂട്ടി മുടക്കിയിരിക്കുകയായിരുന്നു. പാത്രം കഴുകാതെ ഞങ്ങള് ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ അനാവശ്യ വാശിയും ഈഗോയും കളിച്ച് നിൽക്കുകയായിരുന്നു ഈ അക്ബർ, മാരീനും നെവിനും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോയ നൂറെ തടഞ്ഞ് അവിടുത്തെ സാധനങ്ങൾ എടുത്ത് നീക്കാം എന്ന് കരുതി നെവിൻ അവിടെ പോയി എടുത്തതാണ്. അപ്പോഴാണ് ഷാനവാസ് പോയി സാധനങ്ങൾ നെവിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അത് കൊടുത്താൽ മതി. അതിന് പകരം നെവിൻ എന്താണ് ചെയ്യുന്നത്? പാലെടുത്ത് തട്ടി അയാളുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിനെ ഒന്നും നമുക്ക് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അത് ഷാനവാസിന് ആ നിമിഷം എനിക്ക് തോന്നുന്നു BP ഹൈ ആവും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. പക്ഷെ നമ്മൾ കാരണം ഒരാളുടെ ഹെൽത്ത് മോശമാവുക എന്ന് പറയുമ്പോൾ, അല്ലെ നമ്മളുമായിട്ട് വഴക്കിട്ടത് കൊണ്ട് ഒരാളുടെ ഹെൽത്ത് മോശമാവുക എന്ന് പറയുമ്പോൾ, അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് ശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റ് തന്നെയാണ്. അത് ഇജക്ഷൻ പോലത്തെ വലിയ ശിക്ഷ തന്നെ അർഹിക്കുന്ന ഒരു തെറ്റാണ്. അവിടെ വേറെ ആരും ഇങ്ങനെ ഇത്രയും ഈ ഒരു ലെവലില് കളിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഷാനവാസ് അഗ്രഷൻ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, ഒരുപാട് തവണ ഷാനവാസ് അഗ്രഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരുടെയും ഒരു ഹെൽത്ത് കണ്ടീഷനെ മോശമാക്കി ഹോസ്പിറ്റലിലാക്കുന്ന ലെവൽ ആയിരുന്നില്ല. അക്ബറുമായിട്ട് ഒരു രാത്രിയൊക്കെ ഫുൾ വഴക്ക് നടന്നിട്ടുണ്ട്, രാത്രി മുഴുവനും വഴക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ പോലും കൺട്രോൾ വിട്ട് പെരുമാറിയിട്ടില്ല. ഇവിടെ നെവിൻ ചെയ്തത് ആ ഒരു സാധനം എടുത്ത് എറിഞ്ഞു, ഷാനവാസിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ആ നിമിഷം ആ മനുഷ്യൻ അവിടെ വീണു. അത് BP ലോ ആയതുകൊണ്ട് പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇത് വിഴുങ്ങിയും ഇത് മുളച്ചൊടിച്ചും ഒക്കെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുന്നുമുണ്ട്. ഇത്ര നേരം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് അനീഷ് പറയുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാധ കയറിയ പോലെയായിരുന്നു നെവിൻ പെരുമാറിക്കൊണ്ടിരുന്നത്. കറക്റ്റാണ്, ബാധ കീറിയ പോലെ തന്നെയാണ് നെവിൻ പെരുമാറിക്കൊണ്ടിരുന്നത്. നെവിൻ മാത്രമല്ല, അക്ബർ, ആര്യനൊക്കെ അതെ, എന്തൊക്കെയോ പറ്റിയ പോലെ, എന്തൊക്കെയോ മാനസികമായിട്ട് എന്തോ ഫ്രസ്ട്രേഷൻ ഉള്ള പോലെയാണ് ഇവര് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല. ആദില ഈ ഒരു കേസിൽ പറയുന്നുണ്ട്. ആദില പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് കൊടുത്തു, അനാവശ്യ സ്ട്രെസ് കൊടുത്തു. ഇത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. നെവിനെ പുറത്താക്കേണ്ട ഒരു കേസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പുറത്തു വന്ന 2 പ്രൊമോയിലും നമ്മൾ കാണുന്ന അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. നെവിൻ ഇന്ന് പ്രേക്ഷകവൃത്തി പ്രകാരം പുറത്തേക്ക് പോകും എന്നാണ് നമ്മൾ അറിയുന്നത്. നെവിനും ആര്യനുമായിരിക്കും പുറത്താകുന്നതെന്നാണ് അറിയുന്നത്. പോളുകളിലെല്ലാം അവർക്കാണ് വോട്ട് കുറവ്.
നെവിനെ ശരിക്കും പിടിച്ചു നിർത്താനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ലാലേട്ടൻ അത്രയ്ക്ക് ഭയങ്കരമായ വഴക്ക് പറയുന്നതായിട്ടൊന്നും 2 പ്രൊമോയിലും കാണിക്കുന്നില്ല. ഇത് പല സീസൺസിലും പലർക്കും കിട്ടിയിട്ടുള്ള അളവിനുള്ളതേ ഉള്ളൂ. നെവിന് മിക്കവാറും ഒരു യെല്ലോ കാർഡ് കൊടുക്കുമായിരിക്കും, എന്നിട്ട് അവിടെ ഇരുത്തും. കാരണം ഒരുപാട് കോണ്ടന്റുകൾ ഇനിയും നെവിന്റെ ഭാഗത്തു നിന്ന് വരാനുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പൂർണ്ണമായിട്ടും അങ്ങ് അവസാനിച്ചു എന്ന് പറയാനായിട്ട് പറ്റില്ല. ഒരു ഗെയിം ഓവറാണ്, ഗെയിം ഓവറായിട്ട് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം, ഇനിയും ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇനി 20 ദിവസം കൂടി ഉണ്ട്, കണ്ടറിയണം. ഈ ഒരു റൈവൽറി ബിൽഡായി വന്നിരിക്കുകയാണ് അനിമോളും നെവിനും തമ്മിൽ. അപ്പൊ പൂർണ്ണമായിട്ടും നെവിൻ പുറത്താവും എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇത്രയുമാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.